നമ്മൾ കാറ്ററിംഗിൽ കൊടുക്കുന്ന ചിക്കൻ കുറുമന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 2.5 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ കുറുമ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, കറാമ്പൂ, പട്ട, ബേ ലീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 5 സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ല പേസ്റ്റ് ആക്കിയതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുറുമ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഹോം ഷോപ്പിലുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു കുറുമ മസാല ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഗരം മസാല, മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ഇത് തന്നെ ഉണ്ടാവും. പിന്നെ കുരുമുളക് പൊടിയും അണ്ടിപ്പരിപ്പും ഒക്കെ പൊടിച്ചു വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ട്. അതിനേത് തക്കാളി ഓവറായിട്ട് ചേർക്കണ്ട. പിന്നെ കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടേനും. പിന്നെ ഞാനത് വലിയൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ ഇത് പിന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനേത്. അപ്പോൾ അത് ആ വലിയൊരു ചെമ്പക്ക് നമ്മൾ വഴറ്റിയെടുത്ത മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടേനും. എന്നിട്ട് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചിക്കനും അതുപോലെ കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും. അതും അതേപോലെ തന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ഒരു തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങ കേട്ടോ, 1.5 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. തേങ്ങാപ്പാൽ എടുത്താലും മതി. തേങ്ങ അരച്ചത് ചേർക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ദാ തേങ്ങ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ വെന്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പിന്നെ കറി പുറത്തടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ ചിക്കനും കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേങ്ങ അരച്ച അരപ്പുണ്ടല്ലോ, ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് തിള വന്നതിന് ശേഷം കറി അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൈര് ചേർക്കാഞ്ഞത്. തക്കാളി ചേർക്കണില്ലെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് കറി അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മളെ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. പത്തിരി, പൊറോട്ട, നൂൽപുട്ട്, ഗീ റൈസ് ഒക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ പത്തിരിൻ്റെയും നൂൽപുട്ടിൻ്റെയും കൂടെ കൊടുക്കാനാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്.